ഗവൺമെന്റ് ഹൈസ്കൂൾ ജോർ കോളനി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. ഞാൻ ശ്രീവൈഗ. ഞാൻ അഭിജ. ഞാൻ ഫാത്തിമ. വായു മലിനീകരണം അന്തരീക്ഷത്തിൽ മാത്രമുള്ളതല്ല, മറിച്ച് വീടുകൾക്കുള്ളിലും കെട്ടിടങ്ങൾക്കിടയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വിപത്താണ്. വീടുകൾക്കുള്ളിലെ അഥവാ വാഹനങ്ങൾക്കുള്ളിലെ വായു ശുദ്ധീകരിക്കുവാനായി ഇന്ന് ധാരാളം ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ലഭ്യമാണ്. എന്നാൽ പൊതുയിടത്തിലെ വായു ശുദ്ധീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് ഫലപ്രദമല്ല. ഡൽഹിയിലെ വായു മലിനീകരണം ഇന്ന് ആഗോള ശ്രദ്ധയെ ആകർഷിച്ച ഒരു വലിയ സംഭവമാണ്. ഭാവിയിൽ ഈ ലോകത്ത് എല്ലായിടത്തും ഇത് കൂടുകയേ ഉള്ളൂ. ഒരു വർഷത്തിൽ 8 ലക്ഷം പേരാണ് വായു മലിനീകരണം കാരണം മരിച്ചുകൊണ്ടിരിക്കുന്നത്. ആസ്മ, ഹൃദയാഘാതം, ശ്വാസമുട്ടൽ തുടങ്ങിയ രോഗങ്ങൾ വരെ ഇത് കാരണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു പ്രതിവിധിയുമായാണ് ഇന്നൊവേഷൻ മാരത്തോണിന്റെ ഭാഗമായി ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സോളാർ സ്ട്രീറ്റ് എയർ പ്യൂരിഫയർ. നമ്മളിവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇൻഡസ്ട്രിയൽ ലാർജ് സ്കെയിൽ ഉപകരണമാണ്. അതിൻ്റെ സ്മാൾ സ്കെയിൽ മിനിയേച്ചർ വേർഷൻ സ്റ്റിൽ മോഡലാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. ഈ സോളാർ പാനൽ സൂര്യപ്രകാശത്തെ വൈദ്യുത ഊർജ്ജമായി അകത്തുള്ള ബാറ്ററിയിലേക്ക് ശേഖരിക്കും. നമ്മളിവിടെ ഘടിപ്പിച്ചിരിക്കുന്നത് 2 ഹെപ്പ ഫിൽറ്ററുകളാണ്. അതുവഴി വായു ഉള്ളിലേക്ക് കടത്തിവിടുന്നു. തുണിയോ ഫൈബറോ കൊണ്ടുള്ള ഈ ഹെപ്പ ഫിൽറ്ററുകൾ വലിയ പൊടിപടലങ്ങളെ നീക്കം ചെയ്യും. അകത്തുള്ള ആക്ടിവേറ്റഡ് കാർബൺ ഫിൽറ്ററുകൾ ചെറിയ പൊടിപടലങ്ങളെയും മറ്റ് വിഷവാതകങ്ങളെയും നീക്കം ചെയ്യും. 3ാം ഘട്ടം അൾട്രാ വയലറ്റ് രശ്മികൾ കൊണ്ടുള്ള ഫിൽട്രേഷനാണ്. UV പ്രകാശത്തിൽ ബാക്ടീരിയകളും വൈറസുകളും മറ്റ് സൂക്ഷ്മജീവികളും ഇതിൽ നശിക്കുന്നു. അവസാനമായി ശുദ്ധവായു ഫാൻ വഴി പുറത്തേക്ക് വരും. സമൂഹത്തിൽ സോളാർ സ്ട്രീറ്റ് എയർ പ്യൂരിഫയറിൻ്റെ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. പ്രത്യേകിച്ച് ശുദ്ധവായു കൂടുതൽ വേണ്ടിവരുന്ന പൊതുയിടങ്ങൾ, ഗാർഡനുകൾ, പാർക്കുകൾ എന്നീ സ്ഥലങ്ങളിൽ. ഭാവിയിൽ ശ്വസിക്കാൻ ഓക്സിജൻ സിലിണ്ടറുകൾ വാങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് നിലനിൽക്കുമ്പോൾ പ്രത്യേകിച്ച്. നന്ദി, നമസ്കാരം.